ശ്യാമേ ഗംഗേശാനന്ദ അറിയാമല്ലോ, ഒരു സ്വാമി സന്യാസി, വളരെ 2017 വളരെ വിവാദമായിട്ടുള്ളൊരു കേസ്. അവിടെ എല്ലാവരും ചർച്ച ചെയ്തു. സ്വാമിയുടെ ലിംഗം മുറിച്ചു, പീഡനത്തിന് ശ്രമിക്കവേ സ്വാമിയുടെ ലിംഗം നഷ്ടപ്പെട്ടു. ഇതായിരുന്നു ആ കേസ്. അന്ന് പത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ മാധ്യമങ്ങളിലെല്ലാം വന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ സ്വാമി ശ്രമിക്കുകയും ആ പെൺകുട്ടി അതിനെ എതിർത്ത് ലിംഗം മുറിച്ചു കളയുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം. അതെല്ലാവരും ആ ധീര വനിത എന്നുള്ള രീതിയിൽ പെൺകുട്ടിയെ പ്രശംസിക്കുകയൊക്കെ ചെയ്തു, ചർച്ച ചെയ്തു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെൺകുട്ടി തന്നെ പറയുന്ന ഒരു ഇത് വന്നു, ഞാനല്ല ഇത് ചെയ്തത്, എനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല, എന്നെ ആ സ്വാമി പീഡിപ്പിച്ചിട്ടുമില്ല, ഇതിൻ്റെ പുറകിൽ വേറെ ചില കാര്യങ്ങളാണ്. അതായത് ഇവിടുത്തെ ഏറ്റവും DGP ആകാൻ വരെ സാധ്യതയുണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ, IPS ഉദ്യോഗസ്ഥ, അവരെ ഏതാണ്ട് ഒരു 10-16 സെൻറ്റ് സ്ഥലം ഇവിടുത്തെ ഒരു ആശ്രമത്തിൻ്റെ, NSSൻ്റെ ഉടമസ്ഥയിലുള്ളതാണെന്ന് എനിക്കറിയുന്നത്, കയ്യേറി വെച്ചിരുന്നത് വിട്ടുകൊടുത്തില്ലെങ്കിൽ ആ സ്ത്രീയുടെ വസതിക്ക് മുമ്പിൽ സത്യാഗ്രഹം നടത്തുമെന്ന് ഈ സ്വാമി പറഞ്ഞതിന് ആ സ്വാമിയെ വകവരുത്തുവാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ കാമുകനെ, അല്ലെങ്കിൽ അത് കാമുകൻ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരിചയക്കാരിയായിരുന്നു, അയാളെ കൊണ്ട് ജ്യൂസിൽ ഇത് മയങ്ങുന്ന പൊടി കലക്കി കൊടുത്ത് ഈ സ്വാമിയെ മയക്കി കിടത്തിയതിന് ശേഷം ലിംഗം മുറിച്ചു മാറ്റുന്ന ഒരു ദാരുണമായ സംഭവമായിരുന്നു അതിൻ്റെ പിന്നിൽ എന്ന് പിന്നറിയാൻ സാധിക്കുന്നു. എന്താണ് ശ്യാമ അതിൻ്റെ ഒരു വിശദം? ഇപ്പോൾ ആ കോടതിയിൽ ആ കേസൊക്കെ വന്നിരിക്കുകയാണ്. ആ കേസിൻ്റെ കുറ്റപത്രം കോടതി വലിച്ചെറിഞ്ഞിരിക്കുകയാണ്, പോലീസിൻ്റെ മുമ്പിലേക്ക് എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് പറയുന്നു? ഒരു വലിയ കാര്യമായിട്ടാണ് ഈ DYSP ഷൗക്കത്ത് അലി കൊണ്ടുപോയി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എൽസ ഖാദർ ജോർജ് ജസ്റ്റിസ് അവരുടെ മുന്നിലേക്കാണ് ഇത് കൊണ്ടു കൊടുത്തത്. അതെടുത്ത് ഓടിക്കൊള്ളാൻ പറഞ്ഞതുകൊണ്ട് ക്രൈംബ്രാഞ്ചിനെ ഇത്ര സീരിയസ് ആയിട്ടുള്ള കേസിൽ ഇത്ര ഗുരുതരമായിട്ടുള്ള പിഴവുകളുമായിട്ടാണ് 1200 പേജ് വരുന്ന കുറ്റപത്രം കൊണ്ടുപോയി കോടതി കൊടുത്തിരിക്കുന്നത്. ഈ കോടതി കൊടുത്തപ്പോൾ തന്നെ നമ്മൾ ഈ കേസിൻ്റെ ഇതൊരു ഉഡായിപ്പ് കേസാണ്. പ്രശാന്ത് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ വൻ ഉഡായിപ്പാണിത്. ആ ഒരു സ്വാമിയെ കൊടുക്കുന്നതിന് വേണ്ടി ഈ ഉദ്യോഗസ്ഥ ശ്രമിച്ചോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പോലീസ് അത് അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല. 2020 ഈ സ്വാമി തന്നെ കൊണ്ടുവന്ന് DGP ഓഫീസിൽ അദ്ദേഹം നേരിട്ടെത്തി DGPക്ക് പരാതി നൽകി. തന്നെ കുടുക്കിയതിൽ പോലീസ് ഉദ്യോഗസ്ഥയുണ്ട്, ആ പോലീസ് ഉദ്യോഗസ്ഥയെക്കുറിച്ച് അന്വേഷിക്കണം എന്നതായിരുന്നു ഈ സ്വാമി ഗംഗേശാനന്ദയുടെ പ്രശ്നം. ഇത് അടിസ്ഥാനപരമായി തപ്പിപ്പോകുമ്പോൾ ഈ വസ്തുവാണ് ചേട്ടമ്പി സ്വാമി ഇതിൻ്റെ കീഴിലുള്ള NSSൻ്റെ ഇതിൻ്റെ കീഴിലുള്ള വസ്തുവാണ്. ആ വസ്തു ഇവർ കയ്യേറി വെച്ചിരിക്കുന്നു. ആ കയ്യേറി വെച്ചിരിക്കുന്ന വസ്തു തിരിച്ച് കിട്ടിയേ മതിയാവൂ. അതിന് കേസിന് പോകാനായിരുന്നു സ്വാമിയുടെ ശ്രമം. സ്വാമി അത് പലതവണ ആവശ്യപ്പെട്ടു. ഇവർ സ്വാമിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിന് ശേഷമാണ് അയ്യപ്പദാസ് എന്ന് പറയുന്നവരാണ് ഇതിൻ്റെ പ്രധാന കക്ഷിക്കാരൻ. ഈ പെൺകുട്ടി തന്നെ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വാമി തന്നെ പീഡിപ്പിച്ചിട്ടില്ല, പീഡിപ്പിക്കാനുള്ള ഒരു റേപ്പ് അറ്റംപ്റ്റ് നടത്തിയിട്ടില്ല. ഇത് വലിയ നാടകമാണ് ഇവരുണ്ടാക്കിയെടുത്തത്. അതായത് 2017 മെയ് 19 പുലർച്ചെ ഈ സ്വാമിയുടെ ലിംഗം മുറിക്കുകയും ഇതിന് ശേഷം ഇവർ ഓടുകയും ഈ യുവതി ഇറങ്ങി പേട്ടയിൽ കണ്ണമ്പൂരിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നതാണ് ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ ഫ്രണ്ടിൽ. ഫ്ലൈയിങ് സ്ക്വാഡ് സാധാരണ കിടക്കാത്തൊരിടത്ത് ഫ്ലൈയിങ് സ്ക്വാഡ് കിടക്കുന്നു. അത് കൊണ്ടിട്ട് കൊടുത്തതാ പോലീസ് ജീപ്പ്. അതായത് പേട്ട പോലീസ് സ്റ്റേഷനിലല്ല, ഇവരുടെ കൺട്രോളിലുള്ള ഒരു ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ ജീപ്പ് ഈ സ്ഥലത്ത് കൊണ്ടിട്ട് കൊടുത്തു. ഈ പെൺകുട്ടി ഓടി ഈ ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ ജീപ്പിൽ കയറുന്നു. ഫ്ലൈയിങ് സ്ക്വാഡ് കൊണ്ടുവന്ന് പേട്ട പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടിയെ ആക്കുന്നു. ഉടൻ തന്നെ മീഡിയയ്ക്ക് മുഴുവൻ വിളി വരുന്നു. വളരെ വലിയ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നാടകമാണ് ഇവർ നടത്തിയെടുത്തത്. ഒന്നാലോചിച്ച് നോക്കുക, ആ സ്ഥലത്ത് സാധാരണ ഫ്ലൈയിങ് സ്ക്വാഡ് കിടക്കുന്ന ഒരു സ്ഥലമല്ല അവിടെ സ്ഥിരമായിട്ട്. ഇത് മണിക്കൂറുകളായിട്ട് അവിടെ ഫ്ലൈയിങ് സ്ക്വാഡ് കിടക്കുന്നു, കാത്തു കിടക്കുകയായിരുന്നു. എന്താ ഇത് കട്ട് ചെയ്തിട്ട് ഇറങ്ങി വരുമ്പം ഇതുപോലെ ഒരു വലിയ പ്രശ്നം അതുകൊണ്ട് പേട്ട പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കാം. ശരിയാ ശ്യാം പറഞ്ഞതിനകത്ത് ഞാൻ അന്ന് ഈ വാർത്ത പോലെ പ്രമാദമായിട്ടുള്ള വാർത്തയെ നമ്മൾ ഇങ്ങനെ സ്വാമിയെ പോലും അനുകൂലിക്കാൻ പറ്റത്തില്ല. സ്വാമിയാണെങ്കിൽ സ്വാമി എന്ന് പറയുന്ന ഒരു സങ്കല്പം എല്ലാ ഹിന്ദുവിൻ്റെയും മനസ്സിൽ മറ്റു മതക്കാർക്കപ്പുറം ഉണ്ടല്ലോ. അപ്പോൾ സ്വാമി എന്ന് പറയുന്ന ആൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അവനത് ആവശ്യമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് അന്ന് വാർത്താ മാധ്യമങ്ങളിൽ ശ്യാം പറഞ്ഞതുപോലെ പോലീസ് എല്ലാം വളരെ കൃത്യമായിട്ടാണ് യൂണിഫോം ഇട്ട് നിൽക്കുന്നത് പോലെ പോലീസ് കൃത്യമായിട്ട് നിൽക്കുന്നു. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ ഈ വെളുപ്പാങ്കാലത്ത് ഒരു നല്ല ഹെഡ് കോൺസ്റ്റബിളിനെ പോലും സാധാരണ പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു കേസുമായിട്ട് യാത്ര ചെന്ന് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യമുള്ളവരെല്ലാം കിട്ടത്തില്ല. നാളെ രാവിലെ അല്ലെങ്കിൽ രാവിലെ പറ്റെന്ന് പറയുന്നിടത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ മൊത്തം ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ. ആ പോലെ ആ മൊഴിയൊക്കെ എന്ത് കൃത്യമാണ്.
നേരത്തെ തയ്യാറാക്കി വെച്ചതുപോലുള്ള മൊഴി വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു. അതായത് ഒരു വക്കീലിരുന്ന് രേഖപ്പെടുത്തുന്നതിനപ്പുറമുള്ള മൊഴി, അല്ലെങ്കിൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കേസിനകത്തുനിന്ന് എങ്ങനെ പ്രതിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഫ്രെയിം ചെയ്യാം, ആ രീതിയിൽ ഫ്രെയിം ചെയ്ത മൊഴി, ഇതെല്ലാം അന്ന് നമ്മൾ മാധ്യമങ്ങൾ കൂടി കൃത്യമായിട്ട് ജനങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, ഇത്തരത്തിൽ വളരെ പ്ലാൻഡായിട്ട് പോലീസ് പ്ലാൻ ചെയ്ത ഒരു ഇതായിരുന്നു. അത് ഇപ്പോഴും പോലീസ് അതിന്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണല്ലോ ഈ സ്വാമിക്ക് നീതി കിട്ടത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് ആ പെൺകുട്ടി വിശദമായിട്ട് പറയുകയും ഇതിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ഈ വസ്തുവകയുടെ പ്രശ്നമാണെന്ന് കാണുകയും ആ വസ്തു ഇപ്പോഴും അവരുടെ കയ്യിലാണോ എന്ന് എനിക്കറിയത്തില്ല, ആണെങ്കിൽ അതിന് ഇടപെടേണ്ടതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ പെൻഷൻ പറ്റി പോയിട്ട് പോലും ഇതുപോലെ അവർ ഈ സ്ത്രീയെ പറ്റി പറയുന്നത്, ഈ സ്ത്രീയാണെങ്കിലും ഏറ്റവും വലിയ മാഫിയയെ കൺട്രോൾ ചെയ്തിരുന്ന പോലീസിലെ മാഫിയ അല്ലെങ്കിൽ ഗുണ്ടകളെ കൺട്രോൾ ചെയ്തിരുന്ന ആണുങ്ങൾക്കപ്പുറമുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ അസോസിയേഷനെ തമ്മിലടിപ്പിച്ചത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ അതുപോലെ ദിലീപിന്റെ കേസിനകത്ത് ഇടപെട്ടു, ഏറ്റവും വലിയ കൈക്കൂലിക്കാരിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവരെ ദിലീപിന്റെ കേസിന് ശേഷം ഇവരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒറ്റ പോസ്റ്റുകളിലും പോസ്റ്റ് ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ജനങ്ങളുമായി ഡയറക്റ്റ് ഉണ്ട് ഏതെങ്കിലും കോളേജിന്റെ പ്രിൻസിപ്പൾ. മാത്രമല്ല അവരെ DGP ആക്കിയില്ലല്ലോ ഗവൺമെന്റ്. നമ്മൾ പിണറായി വിജയന്റെ കാര്യം പറയുമ്പോൾ ചില കാര്യങ്ങളത്തെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പിണറായി വിജയൻ ഒരു ഏറ്റവും അല്ലെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ഒരു സ്ത്രീ DGP ആവാൻ വരുമ്പോൾ അത് വേണ്ടാന്ന് തീരുമാനിക്കുന്നതിന്റെ ഒരു കാരണം ഒരുപക്ഷെ ഈ സ്ത്രീയുടെ കളങ്കവും ഇവരുടെ അതിൽ ആവശ്യമില്ലാത്ത ബന്ധങ്ങളുമായിരിക്കുമെന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ കുറ്റപത്രം മടക്കാനുള്ള കാരണം ഇതിൽ സീൻ മാസ്റ്റർ ഇല്ല. സീൻ മാസ്റ്റർ എങ്ങനെ ഉണ്ടാക്കും? ഇത് തട്ടിപ്പ്, ഈ ഉടായ്പ തട്ടിപ്പ് സീൻ മാസ്റ്റർ, അതായത് പേട്ട പോലീസ് തയ്യാറാക്കിയ സീൻ മാസ്റ്റർ എടുത്ത് ഈ കുറ്റപത്രത്തിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എൽസ പിന്നെ ജസ്റ്റിസ് ഇതെടുത്തുകൊണ്ട് ഇതിൻ്റെ ആ തട്ടിപ്പ് ആദ്യത്തെ പ്രാഥമികമായിട്ട് കുറ്റപത്രം കൈ കിട്ടുമ്പം ജസ്റ്റിസ് കണ്ടുപിടിക്കും, ഈ തട്ടിപ്പ് കണ്ടുപിടിക്കും. ഈ ഷൗക്കത്ത് അലി അവിടെ കോടതിയിലിട്ട് വരട്ടും ജസ്റ്റിസ്. അതാണ് നടക്കാൻ പോകുന്ന കാര്യം. ഇത്ര വർഷം ഇവർ വെയിറ്റ് ചെയ്തു ഈ ഉടായ്പ കേസിന് കുറ്റപത്രം ഉണ്ടാക്കാൻ. ഇത്ര വർഷം ഇവർ വെയിറ്റ് ചെയ്തു. എന്നിട്ട് സ്വാമി ഹൈക്കോടതിയിൽ ചെന്നു. സ്വാമി ഹൈക്കോടതിയിൽ പോയി, ഈ യുവതി ഹൈക്കോടതിയിൽ പോയി ഞാൻ പിന്നെ എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ കേസ് വിടുതൽ വേണമെന്ന് പറഞ്ഞ് സ്വാമി ഹൈക്കോടതിയിൽ പോയി. അന്നേരമാണ് ഗവൺമെന്റ് ഇതിൽ നിയമോപദേശം തേടിയപ്പോൾ ഈ കുട്ടിയുടെ ആദ്യത്തെ 164, അതായത് ഈ കുട്ടിയെ ഈ സംഭവം ഉണ്ടായതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ പോലീസ് 164 ഈ കുട്ടിയുടെ എടുപ്പിച്ചു. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് മൊഴിയും ഇവരെടുത്തു. ഈ രണ്ടും നിൽക്കുന്നതുകൊണ്ട് 164 വെച്ചിട്ട് സ്വാമിക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്താനായിരുന്നു നിയമോപദേശം. അതിനനുസരിച്ച് അത് നിലനിർത്തി ഇത്രയും കാലം കൊണ്ടുപോയി. എങ്കിലും ഈ ഉടായ്പ കേസ് എത്ര കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും? പിന്നെ മാത്രമല്ല ഈ അയ്യപ്പദാസിനും ഈ നിയമോപദേശം ചോദിച്ചപ്പോൾ AD ഒരു മറുപടി കൊടുത്തു. അതായത് സ്വാമിക്കെതിരെ മാത്രം FIR ഇടണ്ട, അല്ല കുറ്റപത്രം കൊടുക്കരുത്. ഈ കേസെടുക്കുമ്പോൾ ഈ യുവതിയും ഈ പറയുന്ന അയ്യപ്പദാസ് ഈ രണ്ടു പേർക്കെതിരെയും കുറ്റപത്രം സമർപ്പിക്കണം. ഈ യുവതി ലോകോടായ്പ അതിനിപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മളിത് പറയുമ്പോൾ ഉള്ള കാര്യം പറയണമല്ലോ. അപ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെ കൊല്ലത്ത് ബീച്ച് ഇരുന്നുകൊണ്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. ഈ അയ്യപ്പദാസ് ഈ പെൺകുട്ടിയും കൂടെ അന്ന് ഇതിന് 23 വയസ്സുണ്ട്, നിയമവിദ്യാർത്ഥിനിയായിട്ടുള്ള ഈ പെൺകുട്ടി അയ്യപ്പദാസും കൂടെ തൊട്ട് തലേ ദിവസം, അതായത് മെയ് മാസത്തിലെ കുറച്ച് ദിവസങ്ങൾക്ക്, അതായത് മെയ് 10-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ. മെയ് 10-ാം തീയതി ഇവർ കൊല്ലം ബീച്ചിൽ വെച്ച് ഇവർ ഇതിൻ്റെ അന്തിമ പ്ലാൻ തയ്യാറാക്കിയത്. മാസങ്ങളായിട്ടുള്ള പ്ലാനായിരുന്നു. ഈ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ഈ സ്വാമിയെ പീഡനം എന്ന് പറഞ്ഞ് അതിലേക്ക് വലിച്ചു വെച്ച് കൊടുത്ത് അദ്ദേഹത്തെ അനസ്തേഷ്യയുടെ മരുന്നുണ്ടായിരുന്നു പറയും. അത് എവിടുന്ന് വന്നു? അനസ്തേഷ്യയുടെ മരുന്നൊക്കെ എവിടുന്ന് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കുന്ന സാധനം. അതുപോലെ തന്നെ മയക്കാനുള്ള മരുന്നുകൾ ഇതെല്ലാം എത്തിച്ചു കൊടുത്തതാണ് ഈ യുവതിക്ക്. ഈ അയ്യപ്പദാസ് എന്ന് പറയുന്നവൻ ഈ സ്വാമിയുടെ കയ്യാളാണ്. അതെ, ഈ സ്വാമിയുടെ കയ്യാളാണെങ്കിൽ പോലും ഈ പെൺകുട്ടിയുടെ കാമുകനാണ്. പക്ഷെ ഇവർ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥയ്ക്കും ഈ പെൺകുട്ടിക്കും സ്വാമിയെ വകവരുത്തേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ മുതലെടുത്തത്. കാരണം സ്വാമിക്ക് ഇവരുടെ വീടുമായിട്ട് വലിയ ബന്ധമാണ്. സ്വാമിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ രീതികളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പോകുന്ന ഒരു വീടാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അവിടെ അത്ര അടുപ്പമുണ്ടായിട്ടല്ല കിടക്കുന്നത്. അപ്പം ഈ സ്വാമി പറയുന്നുണ്ട് പെൺകുട്ടിക്ക് അയാളുമായിട്ടുള്ള ബന്ധം വേണ്ട, അപ്പൊ അതിന് തടസ്സമാവുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ പ്ലാനിങ്ങിനകത്ത് ഈ കാര്യമുണ്ട്. അതുപോലെ രണ്ടുപേരുടെ താല്പര്യങ്ങളും സ്വാമിക്കെതിരാവുമ്പോൾ
പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് അയ്യപ്പദാസിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു. അതെ അതെ, അങ്ങനെയാണ് ഈ ക്രൈം നടക്കുന്നത്. അതെ, അയ്യപ്പദാസിൽ ഇവർ സ്വാമിയെ കൈകാര്യം ചെയ്യാൻ നോക്കുമ്പോൾ സ്വാമിയുടെ കൂടെ നിൽക്കുന്നവരാരും സ്വാമി പറ്റുന്നവരല്ല. ഞാൻ ഈ സ്വാമിയുടെ കേസ് വന്ന സമയം മുതൽ തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനത്തിൽ, അന്ന് വർക്ക് ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിൽ ഞാൻ പറയുന്നത് അത് ഒരു കാരണവശാലും സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ വലിയ തലക്കെട്ടായിരുന്നു, പോലീസ് ഒരു തലക്കെട്ട് കൊടുത്ത് ചേർത്ത് പിടിക്കണം കേരളത്തിന്റെ മകൾ. പോലീസ് ഇട്ടുകൊടുത്ത തലക്കെട്ടാണ്. ആ ഒരു തലക്കെട്ട് ഇവിടുത്തെ എല്ലാ മീഡിയയും വെച്ച് അടിച്ചു കൊടുത്തു. അന്ന് നമ്മൾ ഇവിടുത്തെ മാധ്യമ സ്ഥാപനത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിൽ ആ വാർത്ത എടുത്ത് നോക്കും. ഒരു വാർത്ത ഞാനിവിടെ തിരുവനന്തപുരത്ത് ഇരുന്ന റിപ്പോർട്ടറായിട്ട് കൊണ്ട് ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ആ റിപ്പോർട്ട് ചെയ്യാൻ പോയില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും കൂടെ സമയം എടുത്തിട്ട് അലക്കുകയാണ്. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു തട്ടിപ്പ് കേസാണെന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല ഈ ഗംഗേശ് ആനന്ദെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. നന്നായിട്ട് എനിക്ക് ആ മനുഷ്യനെ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഇത് ചെയ്യില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇതിൻ്റെ ആദ്യം നമ്മൾ പോലും ഇതിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ്, ഇത് എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചു. ഈ സ്വാമിക്ക് ഇത് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്കൊരു കാര്യമുണ്ട്, ചില വാർത്തകൾ നമ്മൾ ആദ്യമേ ചാടിക്കേറി ഇടപെട്ടിട്ട് പിന്നീട് അങ്ങനെ അല്ല സംഭവിച്ചതെന്ന് അറിയുമ്പോൾ നമുക്ക് പിന്നെ കുറ്റബോധം ഉണ്ടാവും. ആ കുറ്റബോധം വളരെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറിയുന്ന വേറൊരാളാണ് ആ വാർത്ത മുഴുവൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ഇതുപോലെ തന്നെ ഇവിടുത്തെ പല മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടേഴ്സിനും അത് മനസ്സിലായി. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് കഥ മുക്കി. 2 ആഴ്ച ഇവിടെ ആഘോഷം പോലീസ് നടത്തി, അങ്ങോട്ട് കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു. ശ്യാം പറഞ്ഞ പോലെ ശരിയാ. 2 ആഴ്ച കഴിഞ്ഞ് പറഞ്ഞാൽ അപ്പോഴത്തേന് ഈ ഗംഗേശ് ആനന്ദ ശ്യാമിനെ അറിയാവുന്ന പോലെ എനിക്ക് ഈ വിഷയമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ അറിയാവുന്ന പലരുമായിട്ടും ബന്ധപ്പെട്ടു. വളരെ മാന്യനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ പറ്റി ഇത് മാത്രമല്ല RSS എന്ന് വെച്ചാൽ അവർക്ക് അറിയാമല്ലോ, ചില കാര്യങ്ങൾ ആര് പറഞ്ഞാലും തീരുമാനങ്ങൾ മാറ്റത്തില്ലല്ലോ. അവർ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഈ ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അയാളൊരു കൃത്യമായിട്ട് സ്വാമിയുടെ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. ഈ വസ്തുതർക്കം വന്നപ്പോൾ ആ വാർത്ത നമ്മുടെ മുന്നിൽ വന്ന വാർത്തയാണ്. അന്ന് ആ വാർത്ത വന്നപ്പോൾ ആ വാർത്തയാണ് ആ സംഭവമാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് അന്ന് തന്നെ സംശയം തോന്നി. കാരണം അതിന് മുമ്പ് ഈ ഗംഗേശ് ആനന്ദ ഒരു തവണ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം ഇത് സംബന്ധിച്ച് വിളിക്കാൻ അദ്ദേഹം പ്രഖ്യാപിക്കുകയും അതിനുശേഷം ആ വാർത്താ സമ്മേളനം വേണ്ടാന്ന് വെക്കുകയും ചെയ്തു. അതൊരു പക്ഷേ എന്തുകൊണ്ടാണ് സ്വാമി ചെയ്തത്? അതായത് ഈ ലിംഗം കട്ട് ചെയ്യുന്നതിന് മുമ്പ് വസ്തുതർക്കം, ഈ ഉദ്യോഗസ്ഥരുടെ പേര് പറയാനാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കാൻ പൈസ അടച്ചു. അത് അന്വേഷിച്ച് നോക്കിയത്, പൈസ അടച്ചിട്ടുണ്ട് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ആ വാർത്താ സമ്മേളനം അന്ന് നടത്തി. അത് ഒരു പക്ഷേ ആരെങ്കിലും അതിന് അദ്ദേഹത്തെ സ്വാധീനിച്ച് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളിനെ കൊണ്ട് പറഞ്ഞു അപ്പോഴത്തേന് പോലീസ് ഉദ്യോഗസ്ഥ വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ പറഞ്ഞത് ആ പോലീസ് ഉദ്യോഗസ്ഥ അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ ഈ പ്ലാനിംഗ് ഒന്നും ആ പറഞ്ഞ ആൾക്ക് അറിയണമെന്നില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് നിർത്തുന്നതിന് മുമ്പ് പറയാം, ചില പോലീസ് ഉദ്യോഗസ്ഥർ, എല്ലാവരും എന്ന് പറയുന്നില്ല, വളരെ നല്ല ആൾക്കാരുമുണ്ട്, ചില പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ താല്പര്യത്തിനെതിരായിട്ട് സ്വാമിയല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാലും ലിംഗമല്ല കഴുത്ത് വരെ വെട്ടിക്കളയുന്ന ഒരു കേരളമായിട്ട് നമുക്ക് ഈ കേരളത്തെ പലപ്പോഴും കാണാനും മനസ്സിലാക്കാനും ഒക്കെയാണ് സാധിക്കുന്നത്. ഇത് കോടതികളുടെ ചില സമയത്തുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് നമുക്കിവിടെ ജീവിക്കാനും അല്ലെങ്കിൽ നമുക്ക് നാളത്തെ നിയമം ഒക്കെ നമുക്ക് അനുകൂലമാകുമെന്നൊക്കെ വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഏതായാലും ആ സ്വാമിക്ക് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു നാണക്കേട് ലോകത്ത് ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. കാരണം അദ്ദേഹത്തിന് ലിംഗം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഒരു അവയവം നഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിനുണ്ടായ മാനഹാനി, പിന്നെ ഇത്രയും നാളെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഇത് മഹാഭാവമാണ് ചെയ്തത്. നീതിയെങ്കിലും ഇവിടുത്തെ നീതി അർഹിക്കുന്ന ആ മനുഷ്യന് നീതിയെങ്കിലും കിട്ടാൻ വേണ്ടി അതിനുള്ള സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കും. അങ്ങനെ ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ശരി.